തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വരും. എൻ്റെ ശാഖയിൽ നിന്ന് ഇവിടെ എത്തിയ സഹോദരൻ പെട്ടെന്നൊരു ഫോണ് വന്ന് തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് കേട്ടത്. ഇങ്ങനെ ഓരോ നിമിഷവും ഈ ഭൂമി ലോകത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെപ്പോലെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഈ മരിക്കുന്നത്. ഇതുപോലൊരു ദിവസം നമ്മളും മരിക്കും. ആ മരണം നമ്മളിൽ വന്നെത്തുമ്പോൾ ഈ ദുനിയാവിൽ എത്രയാണോ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം നൽകിയത്, ആ അവസരത്തെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയകരമായിട്ടുള്ള മടക്കം എന്ന് പറയുന്നത്. ആ മടക്കത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള എൻ്റെ സഹോദരന്മാരോട് വളരെ ഗുണകാംക്ഷയോടുകൂടി നസീഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു മരണത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് മരിക്കും. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൂതന്മാർ അവരെ സമീപിക്കും. സൂറത്തു അഅറാഫിലെ അതിൻ്റെ 37-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയാണ്, ഹത്താ ഇദാ ജാഅതുഹും റസുലുനാ, എൻ്റെ ദൂതന്മാർ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ മരിപ്പിക്കുന്നതിൻ്റെ സമയമായാൽ, മരണസമയമായാൽ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ആ മലക്കുകൾ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ വരുന്ന മലക്കുകൾ ഈ മരണത്തിനു കാരണമായിട്ടുള്ള മനുഷ്യനോട് ചോദിക്കും. ഖാലു, ആ മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലടോ നീ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, നീ തേടിയിരുന്ന, നീ പലതും പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ശക്തി വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ. ഐനമാ കുൻതും, അവരെവിടെയെന്ന് ചോദിക്കും. ഈ മനുഷ്യന് എന്താണ് അവിടെ മറുപടി പറയുക? നമുക്കൊരു പ്രതീക്ഷ, ഒരു ആകാംക്ഷയില്ലേ? മലക്കുകൾ ഇങ്ങനെ ചോദിക്കും എന്ന് അള്ളാഹ് പറഞ്ഞു തരുമ്പോൾ ഇനി മനുഷ്യൻ ഈ മലക്കുകളോട് എന്ത് മറുപടി പറയും? ആ മറുപടിയും അള്ളാഹ് പറഞ്ഞു തന്നു. ആ മനുഷ്യർ പറയുന്ന മറുപടി, ആരാണ് മനുഷ്യർ? അള്ളാഹുവിന് പുറമെ മറ്റു പലരോടും തേടിയവർ, ദുആ ചെയ്തവർ, പ്രതീക്ഷിച്ചവർ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് വിചാരിച്ച് പല ശക്തി വ്യക്തികളിലും വിശ്വാസമർപ്പിച്ച്, പ്രതീക്ഷയർപ്പിച്ച്, നേർച്ചകൾ കൊടുത്ത്, സംഭാവനകൾ നൽകി, അവരുമായി പ്രാർത്ഥിച്ച്, അവരുടെ ആ ഒരു അടുപ്പം പ്രതീക്ഷിച്ച് ജീവിച്ച മനുഷ്യരോടാ ചോദിക്കുന്നത്, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നീ വിളിച്ചിരുന്നവർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യർ പറയുന്ന മറുപടി, ലല്ലൂ അന്നാ, ആരും ഇല്ലാതെയായി പോയി. ഞങ്ങൾ വിചാരിച്ചവരാരുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചവരെ ഒന്നും കിട്ടുന്നില്ല, റേഞ്ച് പോയി, അവരുമായിട്ടൊരു ബന്ധവുമില്ല. ഉണ്ടെന്നാണ് പ്രതീക്ഷിച്ചത്, വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണയാ റബ്ബനാ. ജീവിതകാലത്ത് ഈ പാട്ടുകൾ ഒരുപാട് പാടിയവരാ. അവർ പാടുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ വിചാരിക്കുന്ന, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ സഹായം ലഭിക്കുമെന്നുദ്ദേശിക്കുന്ന ബദരീങ്ങൾ ഞങ്ങളുടെ ചുറ്റും വന്നു നിറയും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ വിളിച്ച ആരും ആ സന്ദർഭത്തിൽ ഈ മലക്കുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ അവരുടെ അടുത്തില്ല. വല്ലൂ അന്നാ, വിചാരിച്ചവരൊക്കെ കൈവിട്ടിരിക്കുന്നു, ആരെയും കിട്ടുന്നില്ല. വശഹിദു അലാ അൻഫുസിഹിം, ആ സന്ദർഭത്തിൽ മലക്കുകളോട് അവർ പറയാ,
ഞങ്ങളിതാ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, അന്നഹും കാനൂ കാഫിരീൻ. ഞങ്ങൾ ആ ഒരു അള്ളാഹുവിന് പുറമെ സഹായികളുണ്ടെന്ന് വിചാരിച്ച് വിശ്വസിച്ച ജീവിതം അത് ഞങ്ങളെ കാഫിറാക്കി കളഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹുവാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ കാര്യം വിശദീകരിച്ചു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു കാലത്തും തങ്ങളോടൊപ്പമുള്ള മുസ്ലിം സഹോദരങ്ങളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയാറുള്ളത്, സഹോദരങ്ങളെ, നിങ്ങളുടെ ഏതു തേട്ടമായാലും ഏതു പ്രതീക്ഷയായാലും അത് അല്ലാഹുവിൽ മാത്രമാക്കി നിർത്തണമേ. വല്ലാഹു അഅലമു ബിഅദാഇകും വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. അല്ലാഹുവിന് മാത്രമാണ് നമ്മുടെ ശത്രുക്കളെ കുറിച്ച് കൃത്യമായിട്ടറിയുന്നത്. വകഫാ ബില്ലാഹി വലിയ, അതുകൊണ്ട് നിനക്ക് ഒരു സഹായിയായി നിന്റെ റബ്ബ് മതി, അല്ലാഹ് മതി. വകഫാ ബില്ലാഹി നസീറാ, നിന്റെ സംരക്ഷണത്തിന് നിനക്ക് അല്ലാഹു മതിയായവനാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 45-ാമത്തെ വചനത്തിൽ അല്ലാഹ് അങ്ങനെ പറഞ്ഞു തരിക. ഇത്ര കൃത്യമായിട്ട് മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്ന ആളുകൾ സ്ഥിരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളിൽ ഈ സത്യം കൃത്യമായിട്ടുണ്ടായിരിക്കെ ഇത് ബോധ്യപ്പെടാതെ പതറ്റവും പുതിയ പാട്ട് വന്നിരിക്കുന്നു. 313 ബദരീങ്ങൾക്കും പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്കും പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ഇത് പറയേണ്ടവൻ അള്ളാഹ്. അള്ളാഹുവിന് അങ്ങനെ പറയാം. ബദരീങ്ങളെ അള്ളാഹ്, ബദരീങ്ങളുടെയും റബ്ബായ അള്ളാഹ്, നീ ഞങ്ങൾക്ക് മതി എന്ന് പറയാം. ആ പാട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് തരക്കേടില്ല. പക്ഷേ ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി ആരെയാണെന്ന് പറയുന്നത് അറിയോ? ഞാനെന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഈ ദുനിയാവിൽ ജീവിക്കുകയും ഒരല്പകാലം മാനസികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും നമസ്കാരമോ നോമ്പോ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതകാലത്ത് മരിച്ചുപോയ മടവൂർ സ്ഥലത്തുള്ള ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്നൊരു പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത്, 313 ബദരീങ്ങളെ നിങ്ങൾ വിട്ടാളേ, ഇനി ഞാൻ മതി നിങ്ങൾക്ക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പടുത്തു പാടിയ 2 ആഴ്ച 3 ആഴ്ച മുമ്പ് പാടിയ ഒരു പുതിയ മൗലൂദ. അംഗീകരിക്കാൻ പറ്റുമോ? ആരാ 313 ബദരീങ്ങളിൽ ഒന്നാമനാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിക്ക് പകരമായി ഈ ഭൂമി ലോകത്തിന് ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്നത് മുർത്തദ്ദാവാൻ കാരണമാണ്. കാരണം അല്ലാഹു തെരഞ്ഞെടുത്തതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ നബിയേക്കാൾ ഉത്തമനായി ഒരാൾ ഇവിടെ ജീവിച്ചു മരിച്ചിട്ടുണ്ട് എന്നൊരു മുസ്ലിം പറഞ്ഞാൽ അവൻ ആ പറഞ്ഞ നിമിഷം കാഫിറാണ്, മുർത്തദ്ദായി പോകും. ഇസ്ലാമിന്ന് പുറത്തു പോണ വർത്താനാ. ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വർത്തമാനങ്ങൾ പാട്ടാക്കി പാടിയാൽ അതാണ് ദീനെന്ന് വിചാരിച്ചു നമ്മുടെ ഉമ്മത്ത് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങാണ് സഹായിയായിട്ടുള്ളത്. സനദുള്ള ഉറപ്പുള്ള അഡ്രസ്സുള്ള ഒരു സഹായി ഉണ്ടെങ്കിൽ അത് നിങ്ങളു മാത്രമാണ് എന്ന് പറഞ്ഞത് ഈ നേരത്തെ പാടിയ പാട്ടിനേക്കാൾ വലിയ കുഫ്റാണ്. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് തേട്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വന്നു പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഈ ഒരു സത്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു തരിക എന്നത് അത് ഞങ്ങളുടെ ദൗത്യമാണ്. നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് ഒരല്പം പോലും വെറുപ്പില്ല.
ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു വെറുപ്പും നിങ്ങളോടില്ല. സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാ, അല്ലാഹ് നമുക്ക് മതിയായവനാവണം. അതെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അല്ലാഹുവിനാണ് സ്തുതി. അവസാനം കിടക്കാൻ പോകുമ്പോൾ അവിടെയും പറയുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. അവിടെയും അള്ളാഹിനോട് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, അള്ളാഹിനോട് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റബ്ബ് നമുക്ക് മതിയായവനാവണം. അവിടെയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്ത് നിലനിൽക്കുന്നത്. നമുക്ക് ഇസ്സത്ത് ലഭിക്കണോ, ആ തൗഹീദിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സംസാരത്തെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങൾക്കും നാളെ മഹ്ശറയിൽ വിജയികളുടെ കൂട്ടത്തിലെത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ എളുപ്പത്തിൽ ശിഫ കൊടുത്ത് പരിശുദ്ധ റമദാനിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ ആഫിയത്തോടുകൂടി, ആയുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി ആ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ റമദാനിലെ മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിച്ചത് ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ആ ഖൈറും മിൻ അൽഫി ശഹർ ലഭിച്ച സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.